താടിക്കാരന്റെ കൊണ്ടാട്ടി ഇരുന്നുകൊണ്ട് കാണിക്കുന്നുണ്ടോ? പുള്ളിയുടെ കെട്ടിയോളാണ് നമ്മുടെ സൂസമ്മ ടോപ്സിലെ സൂസമ്മ. അവർ കെട്ടിയോളും കെട്ടിയോനും കൂടെ ചെയ്ത ആ ഐറ്റം ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അതിന് കുറച്ച് ജെലാറ്റിൻ എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തു. കട്ട പിടിക്കാതിരിക്കാൻ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി കുറച്ച് പാലെടുത്ത് അതിനകത്തിലോട്ട് കുറച്ച് പഞ്ചസാരയും കുറച്ച് ഏലക്കാപ്പൊടി, ഞാൻ വീട്ടിൽ പൊടിച്ച പൊടിയാണ് ഇട്ടിട്ടുള്ളത്, അതുകൊണ്ട് ആ തോടൊക്കെ അങ്ങനെ കിടക്കുന്നത്. നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് തിളപ്പിച്ചിട്ട്, തിളച്ചിങ്ങനെ പൊങ്ങി വരണ്ട, തിളക്കുന്നതിന് തൊട്ട് മുന്നേ ആവി വരുന്ന പരുവമില്ലേ, ആ പരുവത്തിൽ ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം. എന്നിട്ട് എടുത്തിട്ട് നമ്മുടെ ജെലാറ്റിനും കൂടെ അതിനകത്തിലോട്ട് മിക്സ് ചെയ്ത് നല്ലപോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ആ ജെലാറ്റിൻ അതിലോട്ടങ്ങ് അലിഞ്ഞ് ചേരും. അലിഞ്ഞ് ചേരണം, എന്നെങ്കിലേ ആ പരുവത്തിൽ നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. നല്ലപോലെ അലിച്ച് ചേർത്തിട്ട് ഞാനിപ്പോൾ ആ തോടുള്ളത് കൊണ്ട് അതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അതെല്ലാം അരിച്ച് മാറ്റി വെച്ചിട്ട് നമ്മുടെ സ്ട്രോബെറി എടുത്ത് നല്ലപോലെ കഴുകിയെടുത്തതാണേ. എന്നിട്ട് അതെടുത്ത് അതിൻ്റെ ഇലയൊക്കെ കളഞ്ഞിട്ട് ഈ സ്റ്റിക്ക് കണ്ടോ, ആക്ച്വലി അവർ ചോപ്പ് സ്റ്റിക്കിലാണ് ചെയ്തത്. എൻ്റെ ചോപ്പ് സ്റ്റിക്കില്ല, ഇതെനിക്ക് ലുലുന്ന് കിട്ടിയതാണ്. ഇത് പക്ഷേ എളുപ്പമുണ്ടായിരുന്നു, അങ്ങനെ കൂർത്തിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് കയറ്റാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇതെടുത്ത് ഇനി ഒരു ബോട്ടിലെടുത്തിട്ട് അതിൻ്റെ മോൾ ഭാഗം കട്ട് ചെയ്ത് മാറ്റി, എന്നിട്ട് അതിൻ്റെ ആ സ്റ്റിക്കറും കൂടെ ഇളക്കി കളഞ്ഞു. എന്നിട്ട് അത് ഇച്ചിരി വരാൻ പാടുണ്ടായിരുന്നേ, അതുകൊണ്ട് ആ ഇച്ചിരി ഒന്ന് ബുദ്ധിമുട്ടി എടുത്ത് കളഞ്ഞു. എന്നിട്ട് ഇപ്പം നമ്മുടെ സ്ട്രോബെറി അങ്ങനെ നേരെ വെച്ചിട്ട് ആ നേരത്തെ പാൽ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ സാധനം നേരെ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ റബ്ബർ ബാൻഡാണ് യൂസ് ചെയ്തത്. എനിക്ക് പെട്ടെന്ന് നോക്കിയിട്ട് നമ്മുടെ സെല്ലോ ടേപ്പ് ഒന്നും കിട്ടിയില്ല. അപ്പം ഞാൻ പിന്നെ ഒരു റബ്ബർ ബാൻഡ് വെച്ചിട്ട് ആദ്യം ഈ സ്റ്റിക്കയിൽ ഒരു ചരട് കിട്ടിയിട്ട് അത് റബ്ബർ ബാൻഡ് വെച്ചിട്ടിട്ട് നല്ലപോലെ ഒന്ന് വലിച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. ഞാൻ ഒരു ദിവസം അപ്പോൾ ഫ്രിഡ്ജ് വെച്ചിട്ട് എടുത്തതാണ് ഇത്. അപ്പം നല്ലപോലെ സെറ്റായി വന്നു. ഇനി ഞാൻ അതിൻ്റെ താഴ്ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയുക. താഴ്ഭാഗം കട്ട് ചെയ്തിട്ട് അത് മാറ്റി, എന്നിട്ട് അതിൻ്റെ നേരെ കട്ട് ചെയ്യുന്നുണ്ട്. ഇത് കട്ട് ചെയ്ത് ദൂരെ കളഞ്ഞു. ഇനി നമ്മൾ അതിൻ്റെ നേരെ കട്ട് ചെയ്യാം. നേരെ കട്ട് ചെയ്ത് വന്നപ്പോൾ നടുക്ക് വന്നപ്പോൾ കുഞ്ഞ് കത്രികയായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ റബ്ബർ ബാൻഡൊക്കെ മാറ്റിയിട്ട് കട്ട് ചെയ്തു. തിരിച്ചു വെച്ചിട്ട് അതുപോലെ കട്ട് ചെയ്തു. നേരെ വന്നപ്പോൾ കണ്ട ആ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നുകൂടെ തിരിച്ചു വെച്ചിട്ട് അപ്പുറത്തും തിരിച്ച് കട്ട് ചെയ്തു. അങ്ങനെ കട്ട് ചെയ്തിട്ട് ആ രണ്ട് സൈഡും മാറ്റിയപ്പോൾ കണ്ടോ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ആ നടുക്കത്തെ ആ സ്റ്റിക്കും കൂടെ മാറ്റിയാൽ നമുക്ക് ഇനിയും കട്ട് ചെയ്തെടുത്താൽ അവരുടെ സെയിം സാധനം നമുക്ക് കിട്ടി. സൂപ്പർ അല്ലേ? അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, എന്നിട്ട് കമൻറ്റ് ചെയ്യണേ എങ്ങനെ ഉണ്ടെന്ന്. കൂട്ടത്തെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. താങ്ക്